ഡോക്ടർ മോഹൻ വർഗീസ്, ലോകം മാറാൻ പോവുകയാണ്. മാറിയേ പറ്റൂ എന്നുവെച്ചാൽ മറ്റൊന്നുമല്ല, ട്രംപ് വരികയാണ്. അതൊരു ഒന്നൊന്നര വരവെന്ന് വേണമെങ്കിൽ പറയാം. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പഴയ ഒന്നാമത്തെ ട്രംപ് അല്ല ഇപ്പോൾ രണ്ടാമതെത്തുമ്പോൾ. ട്രംപ് റീലോഡഡ് എന്നാണ് അല്ലേ? കുറച്ചുകൂടെ അലങ്കാരികമായിട്ട് പറഞ്ഞാൽ ട്രംപ് 2.0. അതാണ് ഒന്നൊന്നര വരവ്, 1.25 വരവ് തന്നെ നമുക്ക് വെക്കാം. കാരണം ട്രംപിനെ പ്രത്യേകിച്ചൊന്നും തെളിയിക്കേണ്ടതില്ല. കാരണം ട്രംപ് എന്താണ് എന്നത് ഒരിക്കൽ ലോകം കണ്ടതാണ്. ട്രംപ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ട്രാക്കിലാക്കും എന്ന ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് മാത്രമാണല്ലോ ട്രംപിനെ അമേരിക്കക്കാർ വീണ്ടും ഒരിക്കൽ കൂടി അവസരം നൽകിയത്. ഒരിക്കൽ പരാജയപ്പെടുത്തിയെങ്കിൽ പോലും ഒരിക്കൽ വിജയിപ്പിച്ചു, ഒരിക്കൽ പരാജയപ്പെടുത്തി വീണ്ടും വിജയിപ്പിച്ചു. അപ്പം ട്രംപിൻ്റെ ഒരു ഡൊമസ്റ്റിക് ഇക്കോണമി കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഗ്ലോബൽ പോളിറ്റിക്സ് കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, അതിർത്തി കടന്നു വരുന്ന നുഴഞ്ഞുകയറ്റക്കാരെ കർശനമായി നേരിടാനുള്ള കഴിവ്, നഷ്ടപ്പെട്ടു പോയ അമേരിക്കയുടെ ഗ്ലോബൽ പ്രതാപം, ആഗോള പ്രതാപം തിരിച്ചു പിടിക്കുമെന്ന വിശ്വാസം, ഇതെല്ലാം തന്നെ അമേരിക്കയ്ക്ക് ഉള്ളിലെ വലിയ പ്രതീക്ഷകളാണ് എന്ന് കരുതിയാൽ അത് ഭാഗികമാണ്. ലോകരാജ്യങ്ങൾക്കും ട്രംപിനെ കുറിച്ച് ചില കാഴ്ചപ്പാടുകളുണ്ട്. അതായത് ട്രംപ് ഒരു യുദ്ധക്കൊതിയനായി പണ്ടറിയപ്പെട്ടിരുന്നുവെങ്കിലും ട്രംപിൻ്റെ കാലത്ത് പൊതുവെ സമാധാനമായിരുന്നു. ട്രംപിൻ്റെ 4 വർഷം 2016 മുതൽ 20 വരെയുള്ള കാലത്ത് കാര്യമായി യുദ്ധങ്ങൾ നടന്നിട്ടില്ല ലോകത്ത്. അതുമാത്രമല്ല, പിന്മാറ്റങ്ങൾ, ഈ അമേരിക്കയുടെ സൈന്യങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നുൾപ്പെടെ ഇറാഖിൽ നിന്നുൾപ്പെടെ പിന്മാറണം. ലോക ഭൂപടത്തിൽ അമേരിക്കയുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നത് സൈനിക ഇടപെടലിലൂടെ അല്ല എന്നത് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപിത നയമാണ്. അതുകൊണ്ടാണ് ഉക്രൈൻ യുദ്ധവും പലസ്തീൻ ഇസ്രായേൽ പോരാട്ടവും എല്ലാം തന്നെ താൻ വരുമ്പോൾ പരിഹരിക്കും, അല്ലെങ്കിൽ താൻ വരുന്നതിന് മുൻപ് തന്നെ ഹമാസും ഇസ്രായേലും തമ്മിൽ കരാർ ഒപ്പിടണമെന്നൊക്കെ ട്രംപ് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ട്രംപ് പറയാൻ ആഗ്രഹിക്കുന്നതും ലോകം വിശ്വസിക്കുന്നതുമായ ഒരു കാര്യം. പക്ഷേ അപകടമെന്ന് പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അന്ധമായി ട്രംപ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത, അതിന് അടിസ്ഥാനം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബിസിനസ്സുകാരനാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് പ്രയോജനം ഉണ്ടാകണം. യു ക്യാൻ ഡു ബിസിനസ് വിത്ത് ട്രംപ് പ്രൊവൈഡഡ് ഇറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം അടവിശിഷ്ട നില ഇന്ത്യക്ക് ദോഷകരമായ രീതിയിലാണ് അപ്പോഴും ഇപ്പോഴും എല്ലാം. അത് ഭാവിയിലും കാര്യമായ കുതിച്ചു ചാട്ടമൊന്നും ഉണ്ടാകുമെന്ന് കരുതാനില്ല. പക്ഷേ കച്ചവടം നടക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ 2 പ്രതിബന്ധങ്ങളുണ്ടാകും. ഒന്ന്, കർശനമായ ഗുണമേന്മ പരിശോധന. അത് ട്രംപ് ആയതുകൊണ്ട് ആ ഗുണമേന്മയിൽ ഇളവൊന്നും വരുത്തില്ല. 2, കൊടുക്കാനുള്ള നികുതി കൊടുത്തെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ ഈടാക്കാനുള്ള നികുതി അമേരിക്ക ഈടാക്കും, ഇറക്കുമതി ചുങ്കം ഈടാക്കും. ചൈനയിൽ നിന്ന് എത്രയും ഈടാക്കുമോ ഏതാണ്ട് അതുപോലെ തന്നെ ഈടാക്കും. അമേരിക്കയിലേക്ക് വലിയ തോതിൽ സാധനങ്ങൾ, വസ്തുവകകൾ, സാമഗ്രികൾ ചൈനയിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ യൂറോപ്യൻ സമൂഹത്തിൽ നിന്നോ ജപ്പാനിൽ നിന്നോ ഇറക്കുമതി ചെയ്യുന്നതിന് ട്രംപ് ആഗ്രഹിക്കുന്നില്ല. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം. പ്രൊഡക്ഷൻ ബേസ് ചൈനയിലേക്കും ഇന്ത്യയിലേക്കും പോകുന്നത് ട്രംപിന് അത്ര സ്വീകാര്യമല്ല. അപ്പോൾ എന്ത് കണ്ടിട്ടാണ് ഇന്ത്യ ആഹ്ലാദിക്കുന്നത്? പിന്നെ ഇന്ത്യയുടെ യുദ്ധങ്ങൾ ട്രംപ് അങ്ങ് ചെയ്യും. പാകിസ്ഥാനെയും ചൈനയും ഒക്കെ ട്രംപ് വരച്ച വരയിൽ നിർത്തും എന്ന ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്കൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാമ്പത്തിക അടിസ്ഥാനം ഒന്നും തന്നെ ഇല്ല. ഇനി സൈനിക അടിസ്ഥാനമുണ്ട് എന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ ഒരു സൈനിക പദ്ധതിയുടെ ഭാഗമാണ് കണ്ടെയ്ൻമെൻറ്റ് ഓഫ് ചൈന. അത് സ്വാഭാവികമായി ഭാരതം തന്നെയാണ് അമേരിക്കയുടെ പങ്കാളി. ദക്ഷിണേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും ശക്തനായ പങ്കാളി ഭാരതമാണ്. അത് ട്രംപല്ല, ബൈഡൻ ആണെങ്കിലും ആരാണെങ്കിലും അത് തന്നെ ചെയ്യും. ക്വാഡിലെ അംഗത്വം തുടരും ഇന്ത്യ, അല്ലെ ട്രംപ് ആണെങ്കിലും അല്ലെങ്കിലും. ഇനി മിഡിൽ ഈസ്റ്റ് ഇന്ത്യ ഇക്കണോമിക് കൊറിഡോർ, ഇന്ത്യ യൂറോപ്പ് ഇക്കണോമിക് കൊറിഡോർ ത്രൂ മിഡിൽ ഈസ്റ്റ്, അത് ഒരുപക്ഷെ ട്രംപ് കുറച്ചുകൂടി ഊർജ്ജസ്വലമായി അതിനുള്ള ഗ്രീൻ സിഗ്നൽ കൊടുക്കും. കാരണം യൂറോപ്പിലേക്കുള്ള ഏഷ്യയിൽ നിന്നുള്ള ഗതാഗതം, ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള ഒരു ലോജിസ്റ്റിക്കൽ നീക്കം, അത് അമേരിക്കയ്ക്കും കൂടെ ഗുണകരമാകും എന്ന ഒരു ചിന്തയിൽ തീർച്ചയായും ചെയ്യും. ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഡോളറാണ്. ഡോളർ അതിശക്തമായി വരികയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഡോളറിൻ്റെ വില കുതിച്ചു കയറുകയാണ്. ഇന്ത്യൻ റുപ്പി ഈസ് ക്രാഷിംഗ് അഗൻസ്റ്റ് അമേരിക്കൻ ഡോളർ. 86.72 വരെ താണു ഇന്ത്യൻ രൂപയുടെ മൂല്യം. ഇത് പിടിച്ചാൽ കിട്ടാത്തൊരു നിലയിലേക്ക് പോവുകയാണ്. അപ്പോൾ യൂഫോറിയാണ് ഒരുപക്ഷെ ട്രംപ് വന്നു കഴിയുമ്പോൾ അമേരിക്കയുടെ ഇക്കോണമി ശരിയാകും, ഡോളർ ബലമാകും, ആ ഒരു പ്രതീക്ഷയാണ്. പക്ഷേ ഇപ്പോൾ
CIS, കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ്, റഷ്യയുടെ കൂടെ പണ്ട് നിന്ന രാജ്യങ്ങളാണ്. സോവിയറ്റ് യൂണിയൻ്റെ, അവിഭക്ത സോവിയറ്റ് യൂണിയൻ്റെ പങ്കാളികളായിരുന്നു 15 രാജ്യങ്ങൾ. അതിൽ 12 രാജ്യങ്ങൾ ഡോളർ ഒഴിവാക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തു. അപ്പോൾ ഡോളർ മുക്ത ഒരു ലോകക്രമം, അല്ലെങ്കിൽ ഡോളറിൻ്റെ നീരാളിപ്പിടുത്തം ഒഴിവാക്കുന്ന ഒരു ലോകക്രമം, ഇതാണ് ഒരു പക്ഷേ ഈ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. കൂടുതൽ രാജ്യങ്ങൾ ചേർന്നേക്കാം. അതുമാത്രമല്ല, ബ്രിക്സ് വന്നു. ബ്രിക്സിൽ ആക്റ്റീവ് പങ്കാളിയാണ് ഭാരതം. ഇന്ത്യ, റഷ്യ, സൗത്ത് ആഫ്രിക്ക, ചൈന രാജ്യങ്ങളെല്ലാം ചേർന്ന്, ബ്രസീൽ, ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് 5 രാജ്യങ്ങളും കൂടെ ചേർന്ന് 10 രാജ്യങ്ങളായി. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഡോളർ മേധാവിത്വത്തിനെതിരാണ്. ഇപ്പം ലോകബാങ്കിനെ അമേരിക്ക നിയന്ത്രിക്കുകയാണെങ്കിൽ ബ്രിക്സ് ബാങ്കിലൂടെ അതിന് ബദൽ കണ്ടെത്താനുള്ള നീക്കങ്ങളിലാണ്. ഒരു ട്രംപ് ഉദ്ദേശിക്കുന്ന പോലെ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാനൊന്നും കഴിയുമെന്ന ചിന്ത എനിക്കില്ല. അല്ല, അങ്ങനെ നമുക്ക് പലയിടങ്ങളിലും ഇപ്പം അനധികൃതമായ കുടിയേറ്റം തടയും. അതിനോടൊപ്പം തന്നെ ചൈന ഭയക്കുന്നുണ്ട്. അവിടുന്ന് മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ഒരു പിന്മാറ്റം ഉണ്ടാകും. അത് ഇന്ത്യക്ക് അനുകൂലമായി മാറും എന്നും പറയുന്നു. ഇതൊക്കെ ഒരു ചില കാര്യങ്ങളിൽ നമ്മൾ വിചാരിക്കും, അക്കരെ നിൽക്കുന്ന പട്ടിയുടെ തൊടലടിഞ്ഞു പോവുക, പട്ടിക്കൊരു ദുർബുദ്ധി തോന്നുക, അതേസമയം ഈ ആറ്റിൽ വെള്ളം വറ്റുക. അങ്ങനെയെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന എൻ്റെ ഗതി എന്താവും? അതൊരു ഭീതിയാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് കാര്യവും വരാം. എൻ്റെ ശത്രുക്കളെ ആ നായ തുരത്തിക്കോളും അക്കരെ നിന്നുകൊണ്ട് എന്നും വരാം. അപ്പോൾ ഇതൊക്കെ ഒരുതരം മോഹങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട നീക്കങ്ങൾ, സൈനിക നീക്കങ്ങളല്ല ട്രംപിൻ്റെ മനസ്സിൽ. പരമാവധി സമ്മർദ്ദം ചെലുത്തി രാജ്യങ്ങളെ വരുതിക്ക് കൊണ്ടുവരിക. അപ്പം ചൈനീസ് കമ്പനികളെ വിലക്കും എന്നത് വ്യാമോഹം മാത്രമാണ്. കാരണം ചൈന ഒരു പ്രൊഡക്ഷൻ ബേസാണ്, യാഥാർത്ഥ്യമാണ്. അപ്പം ചൈനയുടെ പ്രൊഡക്ഷൻ ബേസിനെ അമേരിക്കയ്ക്ക് നേരിട്ടൊന്നും ചെയ്യാനാവില്ല. ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. അത് അമേരിക്കയ്ക്ക് ഇടപെട്ട് കുറച്ചൊക്കെ ഫ്രീസ് ചെയ്യാം. പക്ഷേ അമേരിക്കൻ കമ്പനികളുടെ അതിശക്തമായ ഇൻവെസ്റ്റ്മെൻറ്റ് ചൈനയിലുമുണ്ട്. ചൈന ഒറ്റയടിക്ക് അത് ഫ്രീസ് ചെയ്താൽ അമേരിക്കയുടെ അവസ്ഥ എന്താകും? അപ്പോൾ അങ്ങനെ ചൈന എങ്ങനെ അമേരിക്ക എടുക്കാനാവില്ല. ചൈന എന്നതൊരു വിപത്താണ്. അമേരിക്കയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണ്. ഭാരതത്തിന് ആശങ്കയുണ്ടാക്കുന്ന രാജ്യമാണ്. ഇന്ത്യയുടെ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് കൺവേർജ് ചെയ്യുന്നു. പക്ഷേ ബിസിനസ്സിൻ്റെ കാര്യം വരുമ്പോൾ ബിസിനസ് ഇസ് ബിസിനസ്. മറ്റേ കാര്യം സുരക്ഷാ ഭീഷണി അത് വേറെ, ഇത് വേറെ. അതാണ് സംഭവം. അല്ല, ഈ സാമ്പത്തികം നിയന്ത്രിക്കാനായിട്ട് വലിയൊരു ടീം തന്നെയാണല്ലോ ട്രംപിൻ്റെ കൂടെ ഉള്ളത്, അല്ലേ? ട്രംപിൻ്റെ ഇഷ്ടക്കാരായ പലരും, ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള ആളുകൾ വ്യവസായികളാണ്. മറ്റ് വ്യവസായികൾ, അത് സുന്ദർ പിച്ചെ ആണെങ്കിലും ഇന്ത്യൻ വംശജരായ ആളുകൾ, സത്യ നാദല്ല ആണെങ്കിലും, അത് മാത്രമല്ല പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെയും ഗൂഗിളിൻ്റെയും ഒക്കെ സിഇഒമാരൊക്കെ ആകെ അങ്കലാപ്പിലാണ്. അങ്കലാപ്പ് എന്ന് പറഞ്ഞാൽ ട്രംപുമായി എങ്ങനെയാണ് ഇടപെട്ട് പോകുന്നത്. ഇലോൺ മസ്ക് അവരെക്കാളൊക്കെ വലിയ തലപ്പൊക്കത്തിൽ നിൽക്കുകയാണ്. ട്രംപിനെ സൃഷ്ടിച്ചെടുത്തത് ഇലോൺ മസ്ക്, ടെസ്ലയുടെയും സ്പേസ് എക്സിൻ്റെയും ബോസ് ഇലോൺ മസ്ക് ആണെന്നൊരു ചിന്തയാണ്. അപ്പോൾ ഇലോൺ മസ്ക് ആണ് ഈ സംവിധാനത്തെ ഉടച്ചു വാർക്കാനായി ട്രംപ് പ്രത്യേകമായി നിയോഗിച്ചത്. ഒരു പൈസ പോലും കൂലിയില്ലാതെ ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നൊരു സാമ്പത്തിക ബിസിനസ് ക്രമമുണ്ട്. ആ ക്രമത്തിൽ തങ്ങൾ പിന്തള്ളപ്പെട്ടു പോകാതിരിക്കാൻ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ബാങ്ക്വറ്റിൽ 20-ാം തീയതി നടക്കുന്ന സ്ഥാനം ഏറ്റതിന് ശേഷം സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണം വാങ്ങിയെടുക്കുകയാണ്. ഇവരൊക്കെ ക്ഷണം വാങ്ങിയെടുത്തു. ഈ ക്ഷണം വാങ്ങിയെടുക്കുന്നതിന് പിന്നിലെന്താ? ട്രംപിനോടൊപ്പം ഞങ്ങളുടെ അച്ചാരാണ്, ഞങ്ങളുടെ ആളാണ് ട്രംപ് എന്ന് മേനി പറയുക ഒന്ന്. പിന്നെ അവർ തമ്മിലുള്ള ബന്ധങ്ങളൊന്ന് ഊട്ടി ഉറപ്പിക്കുക. അതോടൊപ്പം തന്നെ ലോകത്തോടായി ചിലത് പറയുക, ഞങ്ങൾ ട്രംപിൻ്റെ പുതിയ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഈ വ്യവസായികളെല്ലാം. അപ്പം അതുകൊണ്ട് ഇലോൺ മസ്ക് ഒക്കെ നയിക്കുന്ന ഒരു ലോകക്രമത്തിലേക്ക് ആണോ കാര്യങ്ങൾ വരുന്നത്? പുതിയ ടെക്നോളജീസ്, പുതിയ പ്രയോറിറ്റീസ്, സ്പേസിന് വലിയ പ്രാധാന്യം വരികയാണ്. ഇലോൺ മസ്കിൻ്റെ വലിയ ചിന്ത ഈ ലോകമൊക്കെ വിട്ടു പോകുമല്ലേ, ചൊവ്വാഗ്രഹത്തിലേക്കാണല്ലോ ചിന്തകൾ പോകുന്നത്. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അന്യഗ്രഹങ്ങളിലേക്കും ഒരുപക്ഷെ പ്രോക്സിമ സെൻറ്റോറിയിലേക്കും പ്രോക്സിമ ബിയിലേക്കും എല്ലാം തന്നെ അമേരിക്കയുടെയും ലോകത്തിൻ്റെയും ശ്രദ്ധ തിരിയാൻ പോകുന്നത് ഈ അടുത്ത 4 വർഷത്തിനുള്ളിലാണ്. അപ്പോൾ ബൈഡൻ ഉണ്ടാക്കിയ ഒരു ഭരണപരാജയം തിരുത്തും എന്നുള്ളത് ഉറപ്പാണ്. ബൈഡൻ പൂർണ്ണ പരാജയമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നും തോന്നുന്നില്ല. കാരണം അമേരിക്കയുടെ എക്കാലത്തെയും ഏറ്റവും ദുർബലനായ പ്രസിഡന്റായി വേണമെങ്കിൽ ബൈഡനെ വിലയിരുത്താവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് പ്രായാധിക്യം, അദ്ദേഹത്തിന് ഓർമ്മക്കുറവ്, മറ്റു പല കാര്യങ്ങളാണ്. പക്ഷേ ട്രംപ് അങ്ങനെയല്ല. പക്ഷേ ട്രംപും വൃദ്ധനായ ആളാണ്. അപ്പോൾ ട്രംപിന് എത്രത്തോളം ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും? ട്രംപിൻ്റെ ഉപദേശകരാണ് ഏറ്റവും പ്രധാനം. ട്രംപ് നിയമിക്കുന്ന ഇതുവരെയുള്ള നിയമനങ്ങൾ വളരെ സ്റ്റഡിയാണ്, സ്റ്റേണാണ്. പക്ഷേ ട്രംപ് പറയുന്നത് പ്രവർത്തിച്ച ഒരു പാരമ്പര്യവുമുണ്ട്.
അതുകൊണ്ട് കുറേയൊക്കെ പേടിയുണ്ട്. ഒരു ക്രമത്തിൽ അമേരിക്കയുടെ ഒരു ലോകക്രമത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു മേധാവിത്വം ഉണ്ടെന്ന് പറയാനാവില്ല. കാരണം ഇതൊരു ആറ്റമൈസ്ഡ് വേൾഡാണ്, ഒരു മൾട്ടി പോളാർ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ അമേരിക്ക ഒരു നിർണായക ശക്തി മാത്രമാണ്. മുൻകാലങ്ങളിലെ പോലെ അല്ല, 2000 മുതൽ 2010 വരെ ഉണ്ടായ ഏകധ്രുവ സംവിധാനം പോലെയല്ല. ഇതൊരു മൾട്ടിപോളർ വേൾഡാണ്. അവിടെ അമേരിക്ക ഏകധ്രുവ സംവിധാനത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ ട്രംപ് പ്രവർത്തിക്കുകയാണെങ്കിൽ അധികം മുന്നോട്ട് പോകാനൊക്കില്ല. ബദലുകൾ ഉണ്ടാകും, അമേരിക്കയ്ക്കെതിരെയുള്ള ബദലുകൾ ഉണ്ടാവും. ആ ബദലുകളുടെ ഭാഗമാകാനാണ് ഇന്ത്യക്ക് സാധ്യത കൂടുതൽ, അല്ലാതെ ട്രംപിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമല്ല. പക്ഷേ ഇന്ത്യ രണ്ട് വള്ളത്തിലും കാലി ചവിട്ടും, അല്ലെങ്കിൽ രണ്ട് വിഭാഗം റഷ്യയോടും അമേരിക്കയോടും സമദൂരം പാലിച്ചുകൊണ്ട് പരമാവധി ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലാണ് ഇന്ത്യയുടെ വിദേശകാര്യ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ മിടുക്ക് കാണേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.